പ്രസിഡന്റ് ശ്രീ അനുവേലൻജി, നമ്മുടെ പ്രിയപ്പെട്ട NDA സ്ഥാനാർത്ഥി ശ്രീലത മേഡം, മറ്റ് നമ്മുടെ നാടിൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ, ഇന്നത്തെ നമ്മുടെ ഈ കൺവെൻഷൻ തന്നെ ഉദ്ദേശം എടുത്തു പറയേണ്ട കാര്യമില്ല. നമ്മുടെ ഒരുമിച്ചുള്ള പ്രവർത്തനവും ശക്തിപരമായ പ്രകടനവും കൊണ്ട് നമ്മളുടെ NDA സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ എല്ലാവരുടെ സഹകരണവും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് സ്വാഗത പ്രസംഗത്തിന് വേണ്ടി ഡോക്ടർ അജീഷിനെ നയിക്കും. ഇന്ന് നമുക്ക് ഇത്രയും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയിട്ട് LJPയുടെ പ്രവർത്തകർ 24 മണിക്കൂറും, പ്രത്യേകിച്ച് വനിതാ വിങ്, അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. അതിനാദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകളും നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. ഇന്നത്തെ പ്രോഗ്രാമിലെ അധ്യക്ഷനായ നമ്മുടെ LJPയുടെ ലീഗൽ ഹെഡ് അഡ്വക്കേറ്റ് ശിവകുമാറിനെ എൻ്റെ പേരിലും നിങ്ങളുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടക നമ്മുടെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും കൂടിയായിട്ടുള്ള ശ്രീമതി ശ്രീലത മേഡത്തിനെ വളരെ ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിട്ടുള്ള വലിയവിളയിലെ വാർഡ് കൗൺസിലർ ശ്രീ ഗിരികുമാർ അവരുകളെ വളരെ ആദരപൂർവ്വം ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ LJPയിലെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അരുൺ വേലായുധൻ, IT സെൽ പ്രശാന്ത്, വുമൺ സെൽ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി റീജ വിനോദ്, അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും മാധ്യമ സുഹൃത്തുക്കളെയും എൻ്റെ പേരിലും LJP കുടുംബാംഗങ്ങളുടെ പേരിലും ഞാൻ വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നിങ്ങൾ തരുന്ന LJP തരുന്ന നിങ്ങളുടെ പിന്തുണ എന്ന് പറയുന്നത് എനിക്ക് വില മതിക്കാനാവാത്തതാണ്. താങ്ക് യു സോ മച്ച്. ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്തു. എനിക്ക് റീജയുടെ കാര്യം അറിയാം. ഞാൻ കൗൺസിലറായിട്ട് മത്സരിക്കുന്ന സമയത്തും റീജ കുറേ ദിവസം എൻ്റെ കൂടെ വന്ന് നിന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ കുഞ്ഞനിയത്തിയാണ്. അപ്പോൾ റീജ ചേച്ചി എനിക്കറിയാം അത്രയ്ക്ക് ആത്മാർത്ഥതയോട് കൂടിയാണ് നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നത് എന്ന് എനിക്കറിയാം. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി, ഒരുപാട് പിന്തുണ. നമുക്കിപ്രാവശ്യം നേടിയിരിക്കണം. തീർച്ചയായിട്ടും ഇവിടെ NDA സ്ഥാനാർത്ഥി ജയിച്ചു വരണം. അത് ഉറപ്പായിട്ട് വട്ടിയൂർക്കാവിന് കേന്ദ്രം ഉറ്റുനോക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ്. വളരെ ആകാംക്ഷയോടുകൂടി നമ്മുടെ കേന്ദ്ര നേതൃത്വം, സംസ്ഥാന നേതൃത്വം, ഇവിടുത്തെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങളൊക്കെ ഉറ്റുനോക്കുന്ന ഒരു നിയോജക മണ്ഡലം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഏത് പത്രവാർത്ത വന്നാലും ആദ്യം വട്ടിയൂർക്കാവിൽ ത്രികോണ മത്സരം, വട്ടിയൂർക്കാവിൽ തീപ്പൊരി എന്നൊക്കെ പറഞ്ഞാണ് പറയുന്നത്. അപ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നതാണെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും നേടിയെടുക്കാനാവും എന്നുള്ളത് നല്ല ശുഭപ്രതീക്ഷയുണ്ട്. ഒരു ഘടകകക്ഷി എന്ന രീതിയിൽ നിങ്ങൾ നടത്തിയ ഈ സംരംഭത്തിന് ആദ്യമേ തന്നെ LJPയുടെ എല്ലാ ഭാരവാഹികൾക്കും ഒരു BJP പ്രവർത്തകൻ എന്ന രീതിയിൽ ആത്മാർത്ഥമായി ഒരു നന്ദിയും കൃതജ്ഞതയൊക്കെ രേഖപ്പെടുത്തുകയാണ്. കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയം എന്നെക്കാളേറെ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരായിരിക്കും, എന്നെക്കാളേറെ മുതിർന്ന ആൾക്കാരുണ്ട്. ഒരു 90 വരെയും കേരള രാഷ്ട്രീയം എപ്പോഴും മാറി മറഞ്ഞു നിന്നുകൊണ്ടിരുന്നു.
ഒരു 5 വർഷം പൂർത്തിയാക്കി എത്ര സർക്കാരുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലർക്കും പിറകിലോട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം. കാരണം എപ്പോഴും മുന്നണികളുടെ ചാഞ്ചാട്ടം കൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയം അസ്ഥിരമായിരുന്നു. പക്ഷെ പിന്നീട് ഇടത് വലത് മുന്നണി എന്ന രീതിയിൽ മറ്റൊരു രാഷ്ട്രീയ ആശയത്തിന് സ്പേസ് കൊടുക്കാതെ ഒരു വലിയ പ്രമാണിത്വത്തോടു കൂടിയായിരുന്നു കേരള രാഷ്ട്രീയം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിലേക്കാണ് സ്വന്തമായി ഒരു സ്പേസിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി ശ്രമിച്ചു കൊണ്ടിരുന്നതും പ്രവർത്തിച്ചു കൊണ്ടിരുന്നതും. അതുകൊണ്ടാണ് ഒരുപക്ഷെ മറ്റേത് സംസ്ഥാനത്തെക്കാളേറെ കേരളത്തിൻ്റെ പ്രവർത്തകർക്ക് വളരെയേറെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ചിലപ്പോൾ ജീവിതവും ജീവനും ഒക്കെ തന്നെ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കേണ്ട സാഹചര്യം കേരളത്തിലുണ്ടായി. പക്ഷേ അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിൽ ഇന്നൊരു മുന്നണി സംവിധാനമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ സംവിധാനം മാറുകയാണ്. അങ്ങനെ ദേശീയ ജനാധിപത്യ സഖ്യം എന്ന രീതിയിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഓരോ ഘടകകക്ഷികൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് രാംവിലാസ് പാസ്വാനെ പോലുള്ള ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കേരളത്തിലും കൃത്യമായി പ്രവർത്തിക്കാൻ സ്പേസ് ഉണ്ട്. നിങ്ങളുടെ ആശയം, നിങ്ങളുടെ ആദർശം അത് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ മുന്നണി എന്ന രീതിയിൽ മാത്രമല്ലാതെ സാമൂഹ്യ രംഗത്ത് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. മാറാത്തത് മാറണം. എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? മാറാത്തത് ഇനി എന്താണ് മാറേണ്ടത്? അതാണ് മുദ്രാവാക്യം. അപ്പം നിങ്ങൾ കേൾക്കും, എന്താണ് ഇനി മാറേണ്ടത്? അതിനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു തരാം. നമ്മളിപ്പം കോർപ്പറേഷനിൽ തന്നെ ഇതേപോലത്തെ നിലവിളക്ക് ഒരു ദിവസം വാടക 6000 രൂപയായിരുന്നു കഴിഞ്ഞ LDF ഗവൺമെന്റ് അവിടെ ഭരിച്ചിരുന്നപ്പോൾ വാങ്ങിച്ചത്. അതായത് ഒരു ദിവസം വാടക 6000 രൂപ. അത് 2 നേരത്തെ പരിപാടിക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഒരു ദിവസം തന്നെ 12000 രൂപ വാങ്ങുമായിരുന്നു. ഇതായിരുന്നു LDF ഭരണസമിതി അവിടെ കൊണ്ടുവന്നത്. അതിപ്പോൾ നമ്മളെ VV രാജേഷേട്ടൻ്റെ നേതൃത്വത്തിൽ NDA വന്നതിന് ശേഷം അതിന്റെ യഥാർത്ഥ അതായത് വെറും 350 രൂപയ്ക്ക് വാടക കിട്ടുന്ന സാധനമാണ് 6000 രൂപയ്ക്ക് വാടകയ്ക്ക് എടുത്തിരുന്നത്. ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇതിലിപ്പം നമ്മളോട് NDA ഗവൺമെന്റ് ആണ് അവിടെ വന്നതുകൊണ്ട് ഇത് പുറത്തറിഞ്ഞു. പക്ഷേ കോൺഗ്രസ് ആണ് വന്നിരുന്നെങ്കിൽ അവരും ഇതേപോലെ 6000 വാങ്ങിക്കുമായിരുന്നു. പ്രതിപക്ഷം LDF ആണ്, അതുകൊണ്ട് ഇതൊരു അഡ്ജസ്റ്റ്മെന്റിൽ പോകുമായിരുന്നു. നമുക്ക് ഇനിയുള്ള ദിവസം ആ വിജയത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് മുന്നോട്ടേക്ക് ഇറങ്ങാം. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണുള്ളത്. നമ്മൾ ഇനി വരുന്ന 9 ദിവസം എങ്ങനെ പ്രവർത്തിക്കണം, നമ്മുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെല്ലാം തന്ത്രങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്യണം, കൃത്യമായിട്ട് അവരാരാണ് എന്താണ് എന്നുള്ളത് സാധാരണ ജനങ്ങളെ എങ്ങനെ ബോധ്യപ്പെടുത്താം, വിജയം എങ്ങനെ കരസ്ഥമാക്കാം, ഇതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം. അപ്പം നമ്മൾ ഓരോ സ്ഥാനാർത്ഥികളെയും എടുത്ത് പരിശോധിക്കുമ്പോൾ ഇവിടെ ഉണ്ട് 3 സ്ഥാനാർത്ഥികളാണ്. ഒന്ന് ശ്രീലേഖ മാഡം, ഒന്ന് കെ മുരളീധരൻ, ഒന്ന് VK പ്രശാന്ത്. ഓരോരുത്തരും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ VK പ്രശാന്ത് ഇന്ന് അഴിമതി ആരോപണം നേരിടുന്ന വിജിലൻസ് കേസ് നിലവിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു കള്ളനും പോലീസും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ് VK പ്രശാന്ത്. റിട്ടയർമെന്റ് ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് ശ്രീലേഖ മാഡം. അപ്പോൾ കള്ളനും പോലീസും കളിയാണ് ഇവിടെ നടക്കുന്നത്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അഴിമതി കേസിൽ വിജിലൻസ് അന്വേഷണം നടത്തുന്ന ഒരു സ്ഥാനാർത്ഥിയും കേരളത്തിൻ്റെ തന്നെ പോലീസിന്റെ തലപ്പത്തുണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥിയും തമ്മിലുള്ള ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അടുത്തൊരു സ്ഥാനാർത്ഥിയെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ കെ മുരളീധരൻ. അദ്ദേഹം നല്ല ഒരു കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം നിൽക്കുന്ന എൻ്റെ പാർട്ടിക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളോടെല്ലാം എനിക്ക് കടമയുണ്ട്. ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ആയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ ഞാൻ ഒരു ദിവസം എൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ എല്ലാവരും വലിച്ചെറിഞ്ഞ് കളഞ്ഞ് വേറൊരു സ്ഥലത്ത് പോയാൽ ഞാൻ തിരിച്ചു വന്ന് വീണ്ടും നിങ്ങളോട് പറയാണ്, ഇനി ഞാൻ നിങ്ങളെ നോക്കിക്കൊള്ളാം, കുഴപ്പമില്ല, നിങ്ങൾ എന്നെ ഒരിക്കൽ കൂടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. ഇതല്ലേ ഇവിടെ സംഭവിച്ചത്? നമ്മുടെ പാർട്ടിക്ക് നമ്മുടെ പേരിൽ ലോക് ജനശക്തി പാർട്ടി എന്ന പേരിൽ നോട്ടീസ് ഇറക്കുവാൻ കഴിയുമെങ്കിൽ അവരുടെ ശക്തി അവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. അപ്പൊ നമുക്ക് ഇനി വരുന്ന നാളുകളിൽ ഇലക്ഷൻ നമ്മൾ ഓപ്പോസ് കഴിഞ്ഞാൽ പോകും, നമ്മൾ പോകുന്നില്ല.
നമ്മളതിന് പോകുന്നുണ്ടോ? കാരണം നമ്മൾ 2029-ലോ 30-ലോ ഒരു രാജ്യം 1 ലക്ഷം നടക്കുവാൻ 100% സാധ്യതയുള്ള മോദിജിയാണ് ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹം തീരുമാനിച്ചാൽ ആ ഇലക്ഷൻ വരും. അപ്പോൾ അതിൽ 50% സ്ത്രീകളാണ്. ആ സ്ത്രീകളായിട്ടുള്ളവർ കേരളത്തിൽ പാറശാല മുതൽ അങ്ങ് അറ്റം വരെയുള്ളവർ തീർച്ചയായിട്ടും അതിൽ വനിതാ പ്രാതിനിധ്യമുള്ള വനിതാ അംഗങ്ങൾ മാറാത്തത് മാറും, അത് തന്നെയാണ് എല്ലാവരുടെയും മുദ്രാവാക്യം. ഇതിനോടൊപ്പം തന്നെ ഇനി 8 ദിവസമുണ്ട്. കൂടുതൽ സമയം വർക്ക് ചെയ്യുക, പകൽ രാത്രിയാക്കി രാത്രി പകലാക്കി വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ അതിനോടൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടാൻ കഴിഞ്ഞത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. കാരണം നമുക്ക് ശ്രീലേഖ മാഡത്തിൻ്റെ വിജയത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. നല്ലൊരു BJP കാണുന്ന പോലെ, അല്ലെങ്കിൽ നരേന്ദ്രമോദി കാണുന്ന സ്വപ്നം കാണുന്നത് പോലെ ഒരു ഇന്ത്യ നമുക്ക് വാർത്തെടുക്കാം. നമുക്ക് എല്ലാവർക്കും അതിൻ്റെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. സഹിച്ചേട്ടൻ, കാരണം അത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. എവിടെ ചെന്നാലും നമ്മൾ വേദിയിലെ മുന്നിലിരിക്കുക, വേദിയിൽ ഇരിക്കുന്ന ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക, നമ്മുടെ പാർട്ടിയെക്കുറിച്ച് പറയുക, സ്വന്തമായിട്ട് നീ തന്നെ നിന്റെ കാര്യങ്ങൾ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്ന് പറയാറുണ്ട് അദ്ദേഹം. കാരണം അത് അഡ്വൈസ് വരുമ്പോഴാണ്, എല്ലാ ദിവസവും ക്ലാസ് എടുക്കുമ്പോഴാണ് നിരന്തരം വിളിച്ച് 1 മണിക്കൂറെങ്കിലും എടുത്ത് പറയും, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ആയിരിക്കണം പാർട്ടി പ്രവർത്തകർ. കാരണം അദ്ദേഹം കൊണ്ടൊരു ഓർഡർ. കാരണം നമ്മൾ ഈ പാർട്ടി വന്നതിന് ശേഷം നമ്മൾ സെക്രട്ടറിയുടെ ഫ്രണ്ടിൽ ഒരു പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ ചെറിയ കുറച്ച് പേര്, എനിക്ക് തോന്നുന്നു അന്നൊരു 10 പേരോളം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അല്ലേ? 10 പേരോളം അകത്തായിരുന്നു. അദ്ദേഹം കൊണ്ടൊരു പരിപാടിയാണ് നമ്മുടെ രാംവിലാസിന്റെ ഫോട്ടോ വയ്ക്കുക, അദ്ദേഹത്തിന് പുഷ്പാർച്ചന ചെയ്യിക്കുക, വിളക്ക് കത്തിക്കുക. ഇത് നിരന്തരം നമ്മൾ എല്ലാ ദിവസവും ഏതൊക്കെ പരിപാടി വെച്ചിട്ടുണ്ടോ നമ്മളൊരു ഫോർമാറ്റ് ആയിട്ട് ചെയ്തിരുന്ന കാര്യങ്ങളാണ്.